നിലാപക്ഷി ഭാഗം 12. പിറ്റേ ദിവസം തന്നെ ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണെന്നും പറഞ്ഞ് ഗൗതമിൻ്റെ വീട്ടിൽ നിന്നും ഫോൺ വിളിച്ചു. അതുകൂടിയായപ്പോൾ അനാമിക കൂടുതൽ തളർന്നു പോയി. അടുത്ത ദിവസം തന്നെ വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ചു. ജാതകങ്ങൾ തമ്മിൽ ചേരരുതേ എന്ന് പ്രാർത്ഥിച്ചത് അനു മാത്രമാണ്. എന്നാൽ അനുവിൻ്റെ പ്രാർത്ഥന പോലെ ഒന്നും നടന്നില്ല. വിവാഹ നിശ്ചയത്തിനുള്ള തീയതി കണ്ടെത്തി. നല്ല രീതിയിൽ തന്നെ നടത്തണമെന്നാണ് വാസുദേവന്. നിശ്ചയം കഴിഞ്ഞാൽ തൊട്ടടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹവും നടത്തണം. അതാണ് വാസുദേവൻ്റെ ഉദ്ദേശം. അയാളുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടന്നു. വേണ്ടപ്പെട്ടവരെയെല്ലാം വാസുദേവൻ നിശ്ചയത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. നിശ്ചയത്തിനായി മുറ്റത്ത് വലിയ ഒരു പന്തലൊരുങ്ങി. എല്ലാവരും സന്തോഷത്തിലാണ്. എന്നാൽ അനു മാത്രം സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ഒന്നിലും ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണ്. അവൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാനാകുന്നില്ല. അവളുടെ മനസ്സിൽ മിഥുൻ്റെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മിഥുനും അനിലും രാവിലെ തന്നെ അനുവിൻ്റെ വീട് അന്വേഷിച്ച് ഇറങ്ങിയതാണ്. മിഥുൻ അനുവിനെ പരിചയപ്പെട്ടപ്പോൾ തന്നെ അവൾ അവന് അഡ്രസ്സെല്ലാം നൽകിയിരുന്നു. മിഥുൻ അത് ഫോണിൽ സേവ് ചെയ്ത് സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അധികം അന്വേഷിക്കേണ്ടി വന്നില്ല. അവർ അനുവിൻ്റെ വീട് കണ്ടുപിടിച്ചു. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വീട്ടിലെ അന്തരീക്ഷം മിഥുൻ ശ്രദ്ധിച്ചു. പ്രധാനപ്പെട്ട എന്തോ ഒരു ചടങ്ങ് നടക്കുന്നത് പോലെ അവന് തോന്നി. മുറ്റത്ത് അലങ്കരിച്ച പന്തലും ആളുകളുടെ തിരക്കും ബഹളവും എല്ലാം അവൻ ശ്രദ്ധിച്ചു. അവൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ നിഴൽ വീണു. അവൻ അനിലിനെ ഒന്ന് നോക്കി. പിന്നെ പതിയെ മുറ്റത്തേക്ക് കയറി. അലങ്കരിച്ച പന്തലിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റേജിലേക്ക് അവൻ്റെ മിഴികൾ പതിഞ്ഞു. ഓറഞ്ച് നിറത്തിലുള്ള സാരിയിൽ അതീവ സുന്ദരിയായി നിൽക്കുകയാണ് അനാമിക. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കൂടെ നിൽക്കുന്നു. മിഥുൻ്റെ മനസ്സിൽ ഒരു കൊള്ളിയാൻ മിന്നി. അവൻ അനുവിനെ തന്നെ നോക്കിക്കൊണ്ട് സ്റ്റേജിനരികിലേക്ക് നീങ്ങി. വിവാഹത്തിനുള്ള മുഹൂർത്തം നിശ്ചയിച്ച ശേഷം പരസ്പരം മോതിരം അണിഞ്ഞു. അവരെ നോക്കി ഇത് സത്യമാണോ എന്ന മട്ടിൽ മിഥുൻ നിന്നു. അനുവിൻ്റെ മുഖം ശ്രദ്ധിച്ചപ്പോഴാണ് അവന് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായത്. അവളുടെ സമ്മതത്തോടെയല്ല ഇതെല്ലാം നടക്കുന്നതെന്ന് അവന് മനസ്സിലായി. അനാമിക ഗൗതമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതേയില്ല. അവൾ മുഖം താഴ്ത്തി നിൽക്കുകയാണ്. ഇടയ്ക്കെപ്പോഴോ അവൾ മുഖം തെല്ലുയർത്തിയപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന മിഥുനെ കണ്ടു. അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. തൻ്റെ ബോധം മറയുന്നത് പോലെ തോന്നി. അവൾ അവനെ തന്നെ നോക്കി നിന്നു. താൻ കാണുന്നത് സ്വപ്നമാണോ അതോ മിഥ്യയാണോ എന്ന് അവൾക്ക് അറിയാതെയായി. അവൾ അവനരികിലേക്ക് ഓടിച്ചെല്ലാൻ കൊതിച്ചു. അവളുടെ കാലുകൾ പക്ഷേ ചലിക്കുന്നില്ല. അവൾ അവനെ തന്നെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അനിലിന് കാര്യങ്ങൾ പന്തിയല്ലെന്ന് തോന്നിയപ്പോൾ അവനെയും കൂട്ടി പുറത്തിറങ്ങാൻ തോന്നി. അപ്പോഴാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാനായി പോകുന്നത് കണ്ടത്. അനാമികയോട് സംസാരിക്കണമെന്ന് കരുതി തന്നെ അവൻ നിന്നു. പക്ഷേ അതിന് ഒരു അവസരമുണ്ടായില്ല. അവിടെ നിന്നും ഇറങ്ങുമ്പോൾ മിഥുൻ്റെ മനസ്സ് കലങ്ങി മറഞ്ഞിരുന്നു. റൂമിലെത്തിയപ്പോഴും അനു അങ്ങനെയൊരു വിവാഹ നിശ്ചയത്തിന് സമ്മതിക്കുമെന്നവൻ കരുതിയിരുന്നില്ല. നീ വിഷമിക്കേണ്ട. ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിലായിരിക്കും അങ്ങനെയെല്ലാം നടന്നത്. അനിൽ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അതൊന്നും മിഥുൻ കേൾക്കുന്നതേയില്ലായിരുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഗൗതമും കൂട്ടരും ഇറങ്ങി. അടുത്ത മാസം ആദ്യത്തെ ഞായറാഴ്ച. അങ്ങനെയാണ് വിവാഹം തീരുമാനിച്ചിരിക്കുന്നത്. അവർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അനു ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. താൻ വിളിക്കാത്തത് കൊണ്ടാവും മിഥുൻ തന്നെ തേടിയെത്തിയത് എന്നവൾക്ക് തോന്നി. അവൾ മുറിക്ക് പുറത്തിറങ്ങിയപ്പോൾ അവളുടെ മേമ അവിടെ നിൽക്കുന്നു. അവൾ ചിരിയോടെ അടുത്തേക്ക് ചെന്നു. ഫോൺ ഒന്ന് തരാമോ? എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. ഒരു ഫ്രണ്ടിനെ വിളിക്കാനാണ്, അവൾ പതിയെ പറഞ്ഞു. പിന്നെ ചുറ്റുഭാഗവും നോക്കി. അമ്മയെങ്ങാനും അടുത്തുണ്ടാകുമോ? അതാണ് അവൾ നോക്കിയത്. ഭാഗ്യത്തിന് വനജ അടുത്തെങ്ങുമില്ലായിരുന്നു. ഫോൺ കയ്യിൽ കിട്ടിയ പാടെ അവൾ നടന്നുകൊണ്ട് മിഥുൻ്റെ ഫോൺ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് അവളുടെ മുറിയിലേക്ക് കയറി. പിന്നെ വേഗം വാതിലടച്ചു. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവൻ ഫോൺ എടുക്കുന്നില്ല. മിഥുൻ, നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു, അനിൽ പറഞ്ഞപ്പോൾ കിടന്നിടത്ത് തന്നെ കിടന്നുകൊണ്ട് മിഥുൻ അവനെ നോക്കി. ഏതോ ഒരു നമ്പറാണ്. അവൻ പറഞ്ഞപ്പോഴേക്കും ഫോൺ കട്ടായി. വീണ്ടും റിങ് ചെയ്തപ്പോൾ അനിൽ കയറി ഫോൺ എടുത്തു.
അവൻ ഹലോ എന്ന് പറഞ്ഞതും മിഥുൻ എന്ന് കരച്ചിൽ പോലെ ഒരു പെൺസ്വരം. അവൻ വേഗം ഫോണുമായി മിഥുൻ്റെ അടുത്തെത്തി. ഡാ, ഇത് അനാമികയാണ്, അവൻ പറഞ്ഞപ്പോൾ മിഥുൻ പിടഞ്ഞെണീറ്റു. പിന്നെ പെട്ടെന്ന് ഫോൺ വാങ്ങി. അവൻ ഹലോ എന്ന് പറഞ്ഞതും അപ്പുറത്തു നിന്നും ഒരു കരച്ചിലിൻ്റെ സ്വരമാണ് മിഥുൻ്റെ കാതിൽ വീണത്. മിഥുൻ തന്നെ ഫോൺ വിളിച്ചപ്പോൾ അമ്മ എടുത്തതും അവളിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു വെച്ചതും എല്ലാം അവൾ ഒറ്റ ശ്വാസത്തിൽ അവനോട് പറഞ്ഞു. അവന് എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം അന്താളിച്ചു നിന്നു. പിന്നെ അവളോട് സംസാരിക്കാൻ തുടങ്ങി. നീ വിഷമിക്കണ്ട, എത്ര വലിയ തിരക്കാണെങ്കിലും നീ ഇല്ലാതെ ഞാനിവിടെ നിന്നും തിരിച്ചു പോകില്ല, അവൻ അവളെ ആശ്വസിപ്പിച്ചു. മിഥുൻ, നീ വന്ന് എന്നെ ഒന്ന് കൊണ്ടുപോകുമോ? കരച്ചിലിനിടയിൽ അവൾ പറഞ്ഞു. ഏതാ ഈ ഫോൺ? അവൻ ചോദിച്ചു. ഇത് മേമയുടെ നമ്പറാണ്, ഞാനൊരു കള്ളം പറഞ്ഞ് വാങ്ങിയതാണ്, അവൾ പറഞ്ഞു. ഇനിയിപ്പോൾ വിളിക്കാൻ പറ്റില്ലേ? അവൻ ചോദിച്ചു. ഇല്ല, ഇത് തന്നെ എങ്ങനെയൊക്കെയോ കിട്ടിയതാണ്, അവൾ പറഞ്ഞു. നിന്നെ ഞാൻ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കാണുമെന്ന് വിചാരിച്ചിരുന്നില്ല അനു, അവൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം അവൾ അവനോട് പറഞ്ഞു കൊടുത്തു. അവളോടുണ്ടായിരുന്ന പരിഭവങ്ങളെല്ലാം അവനിൽ നിന്നും അലിഞ്ഞുപോയി. അവളെ കാണാൻ വരും എന്ന ഉറപ്പിൽ അവൻ ഫോൺ കട്ട് ചെയ്തു. മിഥുനുമായുള്ള സംസാരം കഴിഞ്ഞ് അവൾ ഫോൺ വെച്ചു. പിന്നെ മുഖം കഴുകി കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ പുറത്തിറങ്ങി. ഫോൺ മേമയുടെ കയ്യിൽ കൊടുത്തു. നീ എന്താ കരഞ്ഞോ? അവർ ചോദിച്ചു. ഏയ് ഇല്ലല്ലോ, അവൾ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ തിരിഞ്ഞു നടന്നപ്പോൾ അവർക്കെന്തോ ഒരു പന്തികേട് തോന്നി. അനു വേഗം മുറിയിൽ കയറി വാതിലടച്ചു. കരച്ചിലിനിടയിൽ അവൾക്ക് ഇത്തിരി സന്തോഷവും വന്നു. മിഥുന് വിളിക്കാൻ പറ്റിയതിൽ അവൾ നല്ല ഹാപ്പിയായിരുന്നു. മിഥുൻ വരുന്നതും തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതും തങ്ങളൊരുമിച്ചുള്ള നിമിഷങ്ങളുമെല്ലാം ഓർത്തുകൊണ്ട് അവൾ കിടന്നു. മിഥുൻ്റെ കാര്യവും മറിച്ചായിരുന്നില്ല. അവനും ഏറെ സന്തോഷിച്ചു. താൻ ഇവിടെ നിന്നും പോകുമ്പോൾ തൻ്റെ കൂടെ അനാമികയും ഉണ്ടാകും. അവനും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. തങ്ങൾ രണ്ടുപേരും ചേർന്ന് ജീവിതം നയിക്കുന്നതും സന്തോഷത്തോടെ ജീവിക്കുന്നതും എല്ലാം അവൻ്റെ മനസ്സിൽ കുളിർമഴ പെയ്യിക്കുന്ന ഒരു അനുഭൂതിയായിരുന്നു. എന്നാൽ അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത്. മിഥുൻ്റെ ഫോണിലേക്ക് ഊർമിളയുടെ ഒരു ഫോൺ കോൾ വന്നു. മിഥുൻ ഫോൺ എടുത്തു. മോനെ, ഊർമിളയുടെ പതർച്ചയോടെയുള്ള വിളി കേട്ടപ്പോൾ മിഥുൻ്റെ മനസ്സിൽ എന്തോ ഒരു പന്തികേട് തോന്നി. അമ്മയുടെ സ്വരത്തിലെ ഇടർച്ച അവൻ തിരിച്ചറിഞ്ഞു. എന്തു പറ്റി മമ്മ? അവൻ പരിഭ്രമത്തിൽ ചോദിച്ചു. നീയൊന്ന് വേഗം വീട്ടിലേക്ക് വരണം. 2 ദിവസം എന്ന് പറഞ്ഞു പോയിട്ട് എത്ര ദിവസമായി ഇവിടെ നിന്നും പോയിട്ട്? ഊർമിളയ്ക്ക് സങ്കടം കൊണ്ട് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ പപ്പയ്ക്ക്, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പപ്പയ്ക്ക് എന്തു പറ്റി? അവൻ ചോദിച്ചു. പപ്പയ്ക്ക് ചെറിയൊരു നെഞ്ചുവേദന, പക്ഷേ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അറ്റാക്കാണെന്നാണ് പറഞ്ഞത്. ഊർമിള പറയുന്നത് കേട്ടപ്പോൾ മിഥുന് ആകെ പരിഭ്രമമായി. പപ്പയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ എന്ന ആധി അവൻ്റെ മനസ്സിൽ നിറഞ്ഞു. ഇനി എന്തെല്ലാം സംഭവിക്കും എന്നറിയണമെങ്കിൽ നമുക്ക് അല്പം കാത്തിരിക്കാം.